രൂപയാണ് ഇത്രയും സാധനം ഈ വിളവ് കിട്ടിയത്. ഈ ₹1 പ്രയോഗം എന്താണെന്നുള്ളത് ഇപ്പൊ ഈ ഒരു തെങ്ങ് കണ്ടോ, ഈ തെങ്ങ് വളരെ മോശമാണ്. നമുക്ക് ഒരു കുഴി എടുത്തിട്ട് നല്ലൊരു വേര് നമുക്ക് നോക്കാം. ഇത് ചെയ്യേണ്ടത് ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് കഴിച്ചു കാണിക്കാം. കാട്ടുപന്നി വരില്ല, കുരങ്ങിന്റെ ശല്യമില്ല, എലി ശല്യമില്ല, അണ്ണാൻ ശല്യമില്ല. ചെമ്പഞ്ചെല്ലിയും കൊമ്പഞ്ചെല്ലിയും ഒന്നും വന്ന് ഇതിന്റെ മണ്ട മറിഞ്ഞ് കൂമ്പളിഞ്ഞ് പോകത്തില്ല. ഇത് ഏത് ലാബിലും നിങ്ങൾക്ക് ഇതുവഴി ഉണ്ടാകുന്ന ഉൽപ്പന്നത്തെ കൊണ്ട് പരിശോധിക്കാം. കോയമ്പത്തൂര് ഒരു വാഴത്തോട്ടമാണ്. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതൊക്കെ ഒന്ന് കാണാം. സാധാരണ ഈ ഒരു ഹോമിയോ ഗുളിക 3-4 ഇട്ടാല് ഇത്രയും വിളവ് കിട്ടുമെന്ന് പറയുന്നതിനകത്ത് എന്താ അതിന്റെ കാരണം? സന്തോഷേട്ടാ നമസ്കാരം. ഹായ് നമസ്കാരം. നമ്മൾ എവിടെയാണ്? നമ്മൾ കോയമ്പത്തൂരാണ്. ഒരു കൊല കരിക്കാണ്. ഏകദേശം ഈ ഒരു കൊലയിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 30-40 കരിക്കൊക്കെ ഉണ്ടാവും ഒറ്റ കൊലയിൽ. ₹1 മതി. അതിന്റെ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ പിടിച്ചു വെക്കാം. ഇറക്കി കേട്ടോ, ധൈര്യമായിട്ട് ഇറക്കിയോ. പോട്ടെ പോട്ടെ. ഇത് 2 പേര് പിടിച്ചാലൊന്നും ഒന്നും ആവത്തില്ല കേട്ടോ. നമ്മൾ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെല്ലാം തെങ്ങുകളൊക്കെ വളരെ മോശമാവാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഒരു കരിക്കിന് വേണ്ടി നമ്മൾ കടകളിൽ പോയിട്ട് 50 രൂപയ്ക്കാണ് മേടിക്കുന്നത്. 50 രൂപ. അപ്പം അതിനൊരു പരിഹാരം കാണാനായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഏകദേശം ഒരു 68 കരിക്കുണ്ട് ഈ 2 കൊലയിൽ. 68 കരിക്ക് എണ്ണി നോക്കായത്. അപ്പോൾ ഇതിനകത്ത് 1-2 തറ അല്ലാതെ വീഴുകയും ചെയ്ത് കെട്ടി ഇറക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഈ ഇത് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ₹1 ഈ ₹1 ഇത്രയും സാധനം ഈ വിളവ് കിട്ടിയത്. ₹1 എങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്ന തെങ്ങിന്റെ വേരിലേ ഈ ₹1 മുടക്കിയുള്ള ഒരു സാധനം കെട്ടിയാൽ ഇതേപോലെ വിളവുണ്ടാവും. എന്താണ് അടുത്ത പരിപാടി? നമുക്കൊന്ന് വെട്ടിക്കുടിക്കാം. അത് തന്നെ. നമുക്കൊന്ന് കുടിച്ചു നോക്കാം. നല്ല മധുരമാണ്. ഓർഗാനിക്കായിട്ട് ചെയ്യുന്നോണ്ടാണ് ഇതിന്റെ ഗുണം. അതിന്റെ ഉൾഭാഗം ഒന്ന് കാണാമല്ലോ, അതെ പൊട്ടിച്ചിട്ടുണ്ട്. ഒന്ന് ഉള്ളു കാണിച്ചേട്ടാ. ഓക്കെ, നല്ല പക്ക. അത്യാവശ്യം നല്ല മധുരമുള്ള വെള്ളവും കഴിക്കാൻ പറ്റുന്ന ഒരു പരുവ. അതെ അതെ. നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടുന്നൊക്കെയാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇതേപോലുള്ള വിളവ് ഉണ്ടായിക്കൂടാ? തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ പരിശ്രമത്തിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ശരിക്കും ഏറ്റവും കൂടുതൽ കരിക്കിന് അവിടെ പ്രോബ്ലം വന്നത് മണ്ടരിയും അങ്ങനെയുള്ള ചെമ്പഞ്ചെല്ലി കൊമ്പഞ്ചെല്ലി ഒക്കെ ആയിരുന്നു. ഇവിടെ ഇവർക്ക് ഏറ്റവും കൂടുതൽ, ഞാനൊരു 6 മാസം മുമ്പ് ഇവിടെ വരുമ്പോൾ പ്രശ്നം വന്നത് ഇവിടുത്തെ എലിയാണ്. ഈ ഉണ്ടാകുന്ന കരിക്കിൽ ഒരു ചെറിയ മച്ചിങ്ങ പോലും പിടിക്കാതെ എലി മൊത്തം തെങ്ങും തോട്ടം നിറയെ മച്ചിങ്ങ പൊഴിഞ്ഞു കിടക്കുക. ഇതിന് ഒരെണ്ണം പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ വെറും ഒരു തെങ്ങിന് ₹1 മാത്രമേ ചിലവ് വരുള്ളൂ, നിങ്ങളിത് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞ് കൊടുത്തത്. അതാണ് ഇന്ന് ഇവർ വലിയ സന്തോഷമായിട്ട് ഇവർക്ക് ഇപ്പോൾ എല്ലാ തെങ്ങിലും നിറയെ തേങ്ങ വാങ്ങുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. അപ്പം എങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കരിക്കുണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. നമ്മൾ ഈ ₹1 പ്രയോഗം എന്താണെന്നുള്ളത് ഇപ്പൊ ഈ ഒരു തെങ്ങ് കണ്ടോ, ഈ തെങ്ങ് വളരെ മോശമാണ്. അവസ്ഥ വളരെ മോശമാണ്. ഇത് ഈ ഒരു അവസ്ഥയുള്ള തെങ്ങിനെ എങ്ങനെ നമുക്ക് നല്ല മുമ്പേ ആ കെട്ടി ഇറക്കിയതുപോലുള്ള തെങ്ങാക്കി എടുക്കാനുള്ള ₹1 ഉണ്ട്. ആ പ്രയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് ഒരു കുഴി എടുത്തിട്ട് ഇതിന്റെ വേരിൽ ഇതൊന്ന് വെച്ച് കെട്ടുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഇവിടെ ഇങ്ങനെ ഇച്ചിരി തെങ്ങിന്റെ വേരെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം വരെ പോകുന്നതാണ്. നല്ലൊരു വേര് നമുക്ക് നോക്കാം. സാറേ, നമ്മുടെ വേരൊക്കെ താണ്ടെ ക്ലിയർ ആയിട്ട് മാന്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകണ്ട, ഇനി ഇവിടെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇവിടെ കട്ട് ചെയ്യണം. ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. അത്ര മതി. ഓക്കെ, കട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഹോമിയോ അഗ്രോ കെയർ 1 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്ലോബ്യൂൾസ് ഇടണം. 1 ലിറ്റർ വെള്ളത്തിൽ 50 ഗുളിക ഇതിനകത്ത് ഇടണം. ഞാൻ 50 എണ്ണം എണ്ണിക്കോട്ടെ. ഇത് 50 എണ്ണം ഉണ്ട്. ഇത് വെള്ളത്തിലേക്ക് ദേ ഇങ്ങനെ ഇടുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 250 ml മതി ഈ ഒരു തെങ്ങിന്. 4 തെങ്ങിനുള്ള സംഗതി ഉണ്ട്. ഇത് 4 തെങ്ങിനുണ്ട് ഈ 50 ഗുളിക. അതെ അതെ, ആണല്ലേ. ഇത് ചെയ്യേണ്ടത് ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക. എന്നിട്ട് ഇത്രയും വേര് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കവർ എടുക്കണം. നോക്കണം, ഇത്രയും ഒരു കുഴി ഉണ്ടാക്കണം. എന്നിട്ട് പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇങ്ങനെ ഒന്ന് വെക്കണം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഈ കലക്കിയത്, എന്നിട്ട് ഇതിങ്ങനെ താത്തങ്ങോട്ട് വെച്ചിട്ട് വേരിതിലിങ്ങനെ മുങ്ങിയിരിക്കണം. എന്നിട്ട് ഇതിങ്ങനെ കെട്ടണം. ഈ പ്ലാസ്റ്റിക് കെട്ടിയതിന് ശേഷം മണ്ണ് ഇങ്ങനെ ചേർത്തങ്ങ് വെക്കുക. സാറേ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഇതിനകത്ത് കായ് നല്ല വൃത്തിയായിട്ടുണ്ടാവില്ലയോ? അല്ല, ഇനി ഇതിനകത്ത് ശരിക്കും നിറയെ കായ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ആ കാ പോവാതിരിക്കും. എലി കളയത്തില്ല, അണ്ണാൻ കളയത്തില്ല,
കുരങ്ങ് വന്ന് കളയത്തില്ല. അതുപോലെ തന്നെ ചെമ്പഞ്ചെല്ലിയും കൊമ്പഞ്ചെല്ലിയും ഒന്നും വന്ന് ഇതിൻ്റെ മണ്ട മറിഞ്ഞ് കൂമ്പെളിഞ്ഞ് പോകത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെങ്ങ് കൃഷിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സഹായിയാണ് ഈ ഹോമിയോ അഗ്രോ കെയർ. സാറേ ഇത് എത്ര തവണ ചെയ്യണം? ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ഇല്ലാത്ത തെങ്ങാണെങ്കിൽ വർഷത്തിൽ ഇത് ഒരൊറ്റ തവണ ചെയ്താൽ മതി. ഓൾറെഡി ചെല്ലിയൊക്കെ വന്ന് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കൂമ്പിൽ നമ്മളൊരു 40 ദിവസം കഴിഞ്ഞ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. വലിയ തെങ്ങുകളാണ്, അവിടെ കയറാൻ ബുദ്ധിമുട്ടുള്ള തെങ്ങുകളാണെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് വന്ന ചെല്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന. നമ്മുടെ മാത്രമല്ല ഈ കൃഷിയെ പരീക്ഷിച്ചവരുടെ ആ ഒരു അനുഭവം കൂടെ നമുക്കൊന്ന് അറിഞ്ഞാലോ. ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അണ്ണനാണ്. அண்ணா எங்கனுண்டு நம்மட ഈ ப்ராடக்ட் இவட உபயோகிச்சிட்டு? நான் தமிழ்ல தான் பேசுறேன். தமிழ்ல தான പറഞ്ഞു. எனக்கு ரொம்ப பிரச்சனை இருந்ததுங்க. வண்டு அப்புறம் எலி இந்த தொந்தரவெல்லாம் இருந்தது. இதை பயன்படுத்தும் போது யானை பண்ணி எல்லாம் வராதுன்னு சொன்னாங்க. நான் அந்த லெவலுக்கு போகல. எனக்கு தலைக்கு மேலே இருக்கிற பிரச்சனையை பார்க்குறதுக்கு தான் சரியாக இருக்குது. அதனால் நான் என்ன பண்ணேன், இதை யூஸ் பண்ணேன். எனக்கு நல்ல ரிசல்ட் இருக்குது. இதை பயன்படுத்துறதுக்கு முன்னாடி இருந்த மரம் பார்த்தீங்கன்னா ரொம்ப சிக் பேஷண்டாக இருந்தது. பயன்படுத்துனதுக்கு அப்புறம் அது செழிப்பாக இருக்குது. டெய்லி வந்து அந்த மரத்தை பார்க்கறதுலேயே எனக்கு ஒரு சந்தோஷம். തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. കാരണം ഒരു 6 മാസം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ഒരു തോട്ടമല്ല ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം. ചേട്ടാ നമ്മളിത് എവിടെയാണ്? നമ്മളിപ്പം കോയമ്പത്തൂര് ഒരു വാഴത്തോട്ടമാണ്. ഈ വാഴത്തോട്ടത്തിന് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ തോട്ടമല്ല, ഏക്കർ കണക്കിനാണ്. ഈ കൊലയൊക്കെ കണ്ടോ? കൊല ഒരു രക്ഷയില്ല. ഇതേപോലെ എല്ലാം എത്ര 100 കണക്കിന് വാഴയാണ്. 100 കണക്കിന് വാഴ. ഇതെല്ലാത്തിനും ആ വലിപ്പം കണ്ടോ? ഇവിടെ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നത്. ഈ സൈഡിൽ ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. പഴുക്കാറായല്ലേ? കണ്ടോ? ഇത് പഴുക്കാറായി. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഒരു കൊല കണ്ടാൽ വിചാരിക്കും അടുത്ത കൊലയാണ് ഏറ്റവും വലുതും. അത് അടുത്ത കണ്ട അങ്ങനെ നിൽക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ശരിക്കും കേരളത്തിൽ ഈ ഒരു തിയറി പഠിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള രീതി ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒത്തിരി പൈസ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ആ അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം. നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഈ അണ്ണനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഡക്റ്റ്? நல்லா இருக்குங்க, நல்லா யூஸ் பண்ணியிருக்கோம். வாழைக்கால் 6 மாசமா யூஸ் பண்ணிட்டு இருக்கேன். இப்போ நிலக்கடலை கூட இப்போ 2 மாசமா അതേ യൂസ് பண்ணிட்டு. നിലക്കടലയ്ക്കും എല്ലാം ഇപ്പം വാഴയും തെങ്ങും മാത്രമല്ല നിലക്കടലയ്ക്കും ഒക്കെ ഇവർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ പച്ചക്കറി എല്ലാം ഉപയോഗിക്കാറുണ്ട്. എല്ലാം ഉപയോഗിக்கிறோம். ഞങ്ങൾ വാഴയൊക്കെ കണ്ട് ഒരു രക്ഷയില്ല. വാഴയൊക്കെ വളരെ സൂപ്പർ. நல்லா இருக்கு, நல்ல ரிசல்ட். நான் நிறைய பேர் தோட்டத்தை கூட்டு வந்து காட்டியிருக்கேன். இந்த மாதிரி பயன்படுத்தினா இந்த மாதிரி ஈல்டு வரும்னு சொல்லி காட்டியிருக்கேன். இதே மாதிரி இங்க 2 மாசமா இது யூஸ் பண்ணிட்டு இருக்கிறோம். നമുക്കിപ്പോൾ എല്ലാവരും വളം ഇറക്കുമ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട്. ഇതിനകത്ത് കെമിക്കൽ ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് കെമിക്കൽ ഇല്ലെന്നുള്ളത് എങ്ങനെ നമ്മൾ തെളിയിക്കും? അല്ല, കെമിക്കൽ ഇല്ലെന്നുള്ളത് ഇത് സാധാരണ നമ്മൾ മനുഷ്യൻ കഴിക്കുന്ന ഹോമിയോയുടെ സിസ്റ്റത്തിൽ തന്നെ ഇതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ സങ്കടത്തോടെ ഓർക്കുന്നൊരു കാര്യം, ഇത് 35 വർഷമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരു മഹാവ്യക്തിത്വമുണ്ട്, ഡോക്ടർ അബ്ദുൽ ലത്തീഫ്. അദ്ദേഹം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ടും കൂടി ഇതിൻ്റെ പരീക്ഷണം തുടർന്നു. 2 മാസം മുമ്പാണ് അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞത്. അപ്പോൾ അദ്ദേഹമാണ് ഈ കഴിഞ്ഞ 35 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തവും ഈ പ്രകൃതിയെ എങ്ങനെ രക്ഷപ്പെടുത്താം. ഇതിനകത്ത് ശരിക്കും ഈ തെങ്ങിനെ രക്ഷപ്പെടുത്തുക എന്നതിനേക്കാൾ ഉപരി മറ്റൊരു സംഗതിയുണ്ട്. നമ്മുടെ തെങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ സസ്യജാലങ്ങളും മണ്ണിലുള്ള ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കും. മണ്ണിലുള്ള ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് ഇത്രമാത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹോമിയോ അദ്ദേഹം കണ്ടെത്തിയതിൻ്റെ നമ്പർ 1 ഗുണം കിട്ടുന്നത്, ഇത് ഏത് ലാബിലും നിങ്ങൾക്ക് ഇതുവഴി ഉണ്ടാകുന്ന ഉൽപ്പന്നത്തെ കൊണ്ട് പരിശോധിക്കാം. അത് ഹെവി മെറ്റൽസ് ഫ്രീ ആയിരിക്കും. ഹെവി മെറ്റൽസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം, വെറും വിഷമില്ലാത്തതല്ല, ഹെവി മെറ്റൽസ് ഇല്ലാത്ത ഭക്ഷണം കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആഴ്സനിക് അരിയും എല്ലാത്തിനകത്തും മെർക്കുറിയും അലൂമിനിയം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇല്ലാത്ത ഒരു വിഷമില്ലാത്ത ഭക്ഷണവും ഹെവി മെറ്റൽസ് ഇല്ലാത്ത ഭക്ഷണവും കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആ ഡോക്ടർ നമുക്ക് തന്ന ഏറ്റവും വലിയ ഗുണം. ഇപ്പം തെങ്ങ് മാത്രമല്ലാതെ നമുക്ക് അത്യാവശ്യം ചീര, ചേമ്പ്, അതുപോലെ തന്നെ നമ്മുടെ വാഴ, ഒരുമാതിരിപ്പെട്ട എല്ലാം, പാവല്, എല്ലാ കാര്യത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. റിസൾട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ സാറേ ഇതിനകത്ത് എത്ര മരുന്നുകൾ ചേരുന്നുണ്ട്? ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 തരത്തിലുള്ള ഹോമിയോ മരുന്നിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് വരുന്നത്. 40 വെറൈറ്റി മരുന്നുകളാണ്. ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നമ്മളുടെ ഫാക്ടറിയിൽ വരികയാണെങ്കിൽ ഞാൻ അതെടുത്ത് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് പോയി കാണുകയും ചെയ്യാം.
അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അവിടെ തന്നെ ആ ഒരു വീഡിയോ തന്നെ കാണിച്ചു തരാം. ഇത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ആളുകൾക്ക് എപ്പോഴും വലിയൊരു അത്ഭുതമുള്ളൊരു കാര്യമായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ 1 രൂപയുടെ ഒരു ഹോമിയോ മരുന്ന് കൊടുക്കുമ്പോൾ ചെമ്പഞ്ചല്ലി പോകുന്നത്, അല്ലെങ്കിൽ അത് ചത്തുപോകുമോ എന്നൊക്കെ. അപ്പോൾ പക്ഷേ ഇതിനകത്ത് ഈ ഡോക്ടർ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ഹോമിയോ മരുന്ന് എപ്പോഴും മനുഷ്യൻ കഴിച്ചാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുക ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സസ്യത്തിന് ഈ ഹോമിയോ മരുന്ന് കിട്ടുമ്പോൾ സസ്യം ഒരു അല്ലിലോ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കെമിക്കൽസ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് മനുഷ്യനൊന്നും ദോഷമുള്ളതല്ല, പക്ഷേ ഈ പെസ്റ്റിൻ്റെ ടേസ്റ്റുമായിട്ട് ഇത് ചേരത്തില്ല. അപ്പോൾ ഈ വണ്ടാണെങ്കിലും ശരി, കൊമ്പഞ്ചല്ലി ആണെങ്കിലും ശരി, ചെമ്പഞ്ചല്ലി ആണെങ്കിലും ഇതൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോകും. ശരിക്കും ഈ തോട്ടത്തിൽ തന്നെ നമ്മൾ വരാൻ കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിരുന്നു എലികളാണ് ശല്യം ചെയ്തിട്ട് എത്ര തേങ്ങ ഉണ്ടായാലും ഈ എലി കളയാണ്. അപ്പോൾ ഈ ഹോമിയോ മരുന്നിൻ്റെ പ്രത്യേകത എലി മാത്രമല്ല, നിങ്ങൾക്ക് എവിടെയും പരീക്ഷിക്കാം. വയനാട്ടിലൊക്കെയുള്ള ആളുകളോട് ചോദിക്കാം. ശരിക്കും ഇത് ആ തളിക്കുന്ന സ്ഥലങ്ങളിൽ കാട്ടുപന്നി വരില്ല, കുരങ്ങിൻ്റെ ശല്യമില്ല, എലി ശല്യമില്ല, ഇത് വെറുതെ അണ്ണാൻ ശല്യമില്ല, ആന പോലും വരില്ല. അത്രമാത്രം ഒരു അത്ഭുതമാണ് ഈ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് നമ്മുടെ ലോകത്തിന് തന്നേക്കുന്നത്. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് സാറേ. ഇത് ആന പോലും വരത്തില്ലെന്നല്ലേ പറയുന്നേ? അപ്പൊ ശരിക്കും ഇതിനകത്ത് കെമിക്കൽ ഇല്ലാതിരിക്കുമോ? ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല. ഒരു ഹോമിയോ മരുന്നിനകത്തുള്ള സംഗതി മാത്രമേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് കഴിച്ചു കാണിക്കാം. നമ്മൾ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട് കർഷകരുടെ അടുത്ത്, നമ്മളൊരു സസ്യത്തിന് വേണ്ട രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലുള്ള ആർക്കെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് കഴിക്കരുത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇത് കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഇത് കഴിക്കരുത്. പക്ഷേ ഇതിനകത്ത് വിഷമില്ലെന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം പോലല്ലിത്. ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കഴിക്കരുത്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ കെമിക്കൽ ഉണ്ടായിട്ടാണോ ആന ഓടുന്നതെന്നൊക്കെ. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു കപ്പ കൃഷി ചെയ്യാം. ഈ കപ്പയിലെ എലി വന്ന് കടിച്ചു കഴിയുമ്പോൾ ആ കപ്പക്കിഴങ്ങ് ബാക്കിയുള്ള കിഴങ്ങ് നമ്മൾ പാചകം ചെയ്ത് കഴിച്ചാൽ അതിന് എന്തുണ്ടാവും? കയ്പുണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് കയ്പുണ്ടാകുന്നത്? ആ എലി കടിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഈ ചെടി പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലാണ് ആ കപ്പയ്ക്ക് കയ്പുണ്ടാകുന്നത്. ആ കയ്പുള്ള കപ്പ പിന്നെ ആ എലി വന്ന് കടിക്കത്തില്ല. അപ്പൊ ഏതൊരു സസ്യങ്ങളും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കെമിക്കൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പച്ചക്കറി ആണെങ്കിലും ശരി ഉപയോഗിക്കേണ്ട ഒരു ക്രമമുണ്ടെന്ന് മാത്രം. അതെന്ത് മരുന്നാണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ക്രമമുണ്ടല്ലോ. ആ ക്രമത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പെസ്റ്റിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഹെവി മെറ്റൽസ് ഇല്ലാത്ത, വിഷമില്ലാത്ത, സ്വാദോടുകൂടി ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾക്ക് ഇത് ഉപയോഗിക്കുന്ന കപ്പ കഴിച്ചാൽ സ്വാദ് കൂടുതലാണ്, എലിക്ക് ഇഷ്ടമില്ലെന്ന് മാത്രമേ ഉള്ളൂ. സന്തോഷേട്ടാ, നമസ്കാരം. നമ്മൾ എവിടെയാണ് ഇപ്പോൾ? നമസ്കാരം. നമ്മുടെ കമ്പനിയാണ് SPC. നോക്ക്, ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ്, നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ് കമ്പനി കേട്ടോ. അപ്പം അവിടെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡ്. പിന്നെ അകത്തോട്ട് നമുക്ക് പോകാം, അതൊക്കെ കാണാം. ഇതൊന്ന് ചോദിക്കാം. സംഗതി എന്താന്ന് മനസ്സിലായോ സാറേ? സാധാരണ കക്കയൊക്കെ പിന്നെ നീറ്റിയാണ് നാട്ടിലെല്ലാവരും ഉപയോഗിക്കാറുള്ളത്. അത് വളരെ ദോഷമാണെന്നുള്ളത് നമ്മൾ പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. പച്ചക്കക്കയാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. അപ്പൊ ഇത് എവിടെ നിന്നുള്ള കക്കയാ? ഇത് ശരിക്കും മുരിങ്ങ കക്ക എന്ന് പറയും. കടലിൽ നിന്ന് എടുക്കുന്ന കക്കയാണ്. ഇത് സാധാരണ കക്കയെക്കാട്ടിലും ഇതിനകത്ത് നല്ല കാൽസ്യത്തിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രത്യേകിച്ചും കേരളമൊക്കെ ഫ്ലഡൊക്കെ കഴിഞ്ഞ പിന്നെ മുഴുവൻ സ്ഥലത്തെയും pH 5 വരെ താഴെയായി. അപ്പൊ ഹൈലി അസിഡിക് സോയിലായി. നമുക്കറിയാം pH എന്ന് പറഞ്ഞാൽ 0 മുതൽ 14 വരെയാണ്. ന്യൂട്രൽ pH 7 അപ്പൊ സാധാരണ കർഷകന് പലർക്കും ഇത് അറിയില്ല. അപ്പോൾ 7 താഴെ pH എത്തിയാൽ അസിഡിക് സോയിലിൽ കൃഷി ശരിയാവില്ല. അപ്പോൾ 6-ക്ക് 7.5-ക്ക് ഉള്ളിലുള്ള ഒരു pH കിട്ടണം. അതിന് ഏറ്റവും സാധാരണ കർഷകൻ ചെയ്യുന്നത് ഈ പറയുന്ന കുമ്മായം വാരിയിടുകയാണ്. കുമ്മായം കാൽസ്യം ഓക്സൈഡാണ്. ആ കാൽസ്യം ഓക്സൈഡ് മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ മണ്ണിലുള്ള മൈക്രോബ്സും മണ്ണര എല്ലാം ചത്തുപോകും. ഒറ്റയടിക്ക് pH 9-ലേക്ക് എത്തും. അത് ചെടിക്ക് നല്ലതല്ല. ഒരു 45 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഡൗൺ ആയി വീണ്ടും അസിഡിക് സോയിലാവും. പക്ഷേ നമ്മൾ ഈ പച്ചക്ക് പൊടിച്ച് ഇതിൻ്റെ കൃത്യമായ അനുപാതത്തിൽ മഗ്നീഷ്യവും ചേർത്ത് മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇത് പൊടിച്ച് ഇതിൻ്റെ തരികൾ മണ്ണിലുണ്ടെങ്കിൽ എപ്പോഴൊക്കെ മണ്ണിൻ്റെ pH താഴുന്നോ ഓട്ടോമാറ്റിക്കലി ഇത് പൊടിഞ്ഞ് pH 7-ലേക്ക് എത്തും. 7-ലേക്ക് എത്തിയാൽ ഇത് പൊടിയിൽ ക്ലോസ് ആവും. പിന്നെയും ഒരു വലിയ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ 5.5 മഴവെള്ളത്തിൻ്റെ pH. അപ്പോൾ pH വീണ്ടും താഴും. അപ്പോൾ വീണ്ടും ഇത് പൊടിയാൻ തുടങ്ങും. അപ്പോൾ മണ്ണിൽ വർഷം മുഴുവൻ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് pH 7 സസ്റ്റെയിൻ ചെയ്യിക്കാനാണ് നമ്മൾ ഈ pH ബൂസ്റ്റർ കൊടുക്കുന്നത്. മറ്റേ നമ്മളുടെ കുമ്മായം ഇടുമ്പോൾ 45 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇടുന്നു. ആ സമയത്ത് കർഷകൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുമ്മായം ഇടുന്ന സമയത്ത് നമ്മൾ മണ്ണ് ഇളതായി പോകുന്നത് കൊണ്ട് ആ സമയത്ത് വളം ചെയ്യത്തില്ലല്ലോ. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വളം ചെയ്യാറാകുമ്പോൾ മഴ ഉണ്ടാവത്തില്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർഷകന് ഇത് വലിയൊരു ടെൻഷനാണ്. ഇതിനോടൊപ്പം തന്നെ വളം ചെയ്യാം, ഇത് ഒന്നിച്ച് വളവും ഇടാം. ഒരിക്കലും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. മഴ പെയ്യുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ടാണ്. അതുകൊണ്ട് ഇത് സാധാരണ കുമ്മായത്തിൽ വിത്തിട്ടാ കിളുക്കുമോ, പക്ഷെ ഇതിൽ വിത്തിട്ടാ കിളുക്കും. അപ്പോൾ എന്താണ് മണ്ണിന് വേണ്ടത്? എല്ലാ ശരിയായ പഠനം നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും. കാൽസ്യം കാർബണേറ്റ് ആണ് വേണ്ടത്. ആ കാൽസ്യം കാർബണേറ്റ് ആണ് ഈ പച്ചക്ക് പഠിക്കുന്നത്. പണ്ട് കാലത്ത് വെള്ളത്തിന് pH കൂട്ടാൻ വേണ്ടി പച്ചക്കക്ക ഇടുമായിരുന്നു. അപ്പൊ ഈ വളത്തിനും പ്രധാനമായിട്ട് ചേർക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ കണ്ടതൊന്നുമല്ല, നോക്കിയോ, ഏക്കർ കണക്കിനാ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഉള്ളിൽ നമുക്ക് എങ്ങനെയാ ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതൊക്കെ ഒന്ന് കാണാം. അത് കാണാം. ഓക്കെ, ഇതാണ് കമ്പനി. ഇത് കൂടാതെ ഇത് കണ്ടോ, നമ്മുടെ കൃഷിക്ക് വേണ്ടി 29 പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇറങ്ങിയിരിക്കുന്ന പല രീതിയിൽ. മണ്ണിന് വേണ്ടത്, അതുപോലെ ചെടിക്ക് മുകളിൽ തളിക്കാനുള്ളത്, ഇലയിൽ തളിക്കാനുള്ളത്, അതുപോലെ ചെല്ലി കുത്തുന്നതിന് എല്ലാ കാര്യത്തിനുമായിട്ട് 29 പ്രോഡക്റ്റ് ആണ്. സാധാരണ ഈ ഒരു ഹോമിയോ ഗുളിക 3-4 ഇട്ടാൽ ഇത്രയും വിളവ് കിട്ടുമെന്ന് പറയുന്നതിനകത്ത് എന്താ അതിന്റെ കാരണം? അത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദരവോടെ പറയാൻ കഴിയുന്നത്, ഒരിക്കൽ കൂടി നമ്മുടെ അബ്ദുൽ ലത്തീഫ് സാറിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് സന്തോഷ് ഇതിൻ്റെ പേരുകളൊന്ന് വായിച്ചു നോക്കണം. ഇത്രയും 40 തരം മരുന്നുകളാണ് അദ്ദേഹം ഡിഫറൻ്റായ 35 വർഷത്തെ പരീക്ഷണത്തിൽ ഓരോ ചെടികൾക്കും, തെങ്ങിനാണെങ്കിലും കവുങ്ങിനാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും എല്ലാം കണ്ടെത്തിയത്. 40 വെറൈറ്റി. ഇത് വായിച്ചു നോക്കാം. ഇതെല്ലാം നോക്ക്, കറക്റ്റാ നോക്കിയതാ. ഇത് നോക്ക്, ഓരോന്ന് തന്നെ നമുക്ക് കണ്ടിട്ടുണ്ടോ? 40 എണ്ണം, 40 പേരാണ്. ഈ 40 മരുന്നുകൾ ചേരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഗുളികയിൽ ഈ 40 തരത്തിലുള്ളതിന്റെ കോമ്പിനേഷൻ വരുമ്പോഴാണ് ചെടികൾക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്, ഈ കാട്ടുപന്നി വരുന്നില്ല, അല്ലെ കുരങ്ങ് വരുന്നില്ല, ഇതൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് വരുന്നില്ലെന്നൊരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്കറിയില്ല. ഇത് വരുന്നില്ല എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ബാക്കി മുഴുവൻ കണ്ടെത്തിയ ഡോക്ടറാണ് ഈ പരീക്ഷണങ്ങൾ മുഴുവൻ ചെയ്തത്. സാറേ, പിന്നെ സാധാരണ നമ്മളിവിടെ ചാക്കിലാണ് വളം കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 പച്ചക്കറി നടുന്ന ഒരാൾ എന്ത് ചെയ്യും? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ആദ്യത്തെ 9 വർഷം ഇതിന് എനിക്ക് ഉത്തരവില്ലായിരുന്നു. പക്ഷേ ഈ വർഷം ഞങ്ങൾ പുതിയ ഈ ഫാക്ടറിയിലേക്ക് ഈ ജനുവരി 17 കോയമ്പത്തൂർ ലോഞ്ച് ചെയ്തപ്പം ഏറ്റവും ആദ്യം ഞാൻ ചെയ്തതാണ്, ശരിക്കും ഒരു വെറുതെ ഒരു ടെറസ് ഫാമിംഗ് ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ 2 ചെടി മാത്രമുള്ള, അല്ലെങ്കിൽ ഒരു കറിവേപ്പില മാത്രമുള്ള ആൾക്ക് ഒരിക്കലും 1000 രൂപയുടെ വളത്തിന്റെ ആവശ്യമില്ല. അയാൾക്ക് ഒരു 5 രൂപയുടെ വളം, അല്ലെ 10 രൂപയുടെ. ഈ പാക്കറ്റിന് എത്ര വില? ഇത് വെറും 5 രൂപയുടെ പാക്കറ്റാ. 5 രൂപയാണ്. കണ്ടോ, നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ചെറിയ തക്കാളി ആയാലും വെണ്ടയ്ക്കായാലും വഴുതനങ്ങയ്ക്കും ഒക്കെ ആയിട്ട് 5 രൂപയുടെ പാക്കറ്റ് വളവാണ്. സാറ് കേരളം വിട്ടിട്ട് കോയമ്പത്തൂരോട്ട് വന്നതിന്റെ കാരണം എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇടുക്കി ജില്ലയിലായിരുന്നു. 6-7 വർഷങ്ങൾക്ക് മുമ്പേ 2013 കമ്പനി തുടങ്ങിയതാണ്. അപ്പോൾ ഇടുക്കിക്ക് മാത്രം പോരാ ജൈവ കൃഷി, അല്ലെങ്കിൽ വിഷമില്ലാത്ത ഭക്ഷണം, ജീവനുള്ള മണ്ണ് എന്നുള്ള രീതിയിൽ മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന പ്രൊജക്റ്റ് തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിലെ 400-ലധികം പഞ്ചായത്തിൽ നമ്മൾ ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് ആ ഫ്രാഞ്ചൈസി വഴി അത്രയും പഞ്ചായത്തുകളിലേക്ക് പ്രോഡക്റ്റ് കൊടുക്കുകയും കൃഷി അവരെ പഠിപ്പിക്കുകയും കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന പ്രൊജക്റ്റ് ആകുമ്പോൾ തന്നെ പാൻ ഇന്ത്യ പോകണം, ഇന്ത്യയിലെ 2.5 ലക്ഷം പഞ്ചായത്തിലേക്ക് എത്തണം. അപ്പോൾ കോയമ്പത്തൂർ ആകുമ്പോൾ ഇനി ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യ മൊത്തം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 10,000-ലധികം ബാഗിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഫുള്ളി ഓട്ടോമൈസ്ഡ് യൂണിറ്റ് ആണിത്. എത്ര പേര് അവിടെ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ശരിക്കും 6 പേര് വർക്ക് ചെയ്താൽ മതി. 6 പേരെ വർക്ക് ചെയ്യുന്നത്? അതെ. അപ്പം സാർ പറയാറുണ്ട് കുറെ തൊഴിലാളികൾ, ഒത്തിരി പേര് നമുക്ക് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമെന്ന്. അപ്പൊ അതെങ്ങനെയായിരിക്കും? അത് ശരിക്ക് ഫാക്ടറിയിലല്ല. ഫാക്ടറിയിൽ ഇത് ഫുള്ള് 6 പേര് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ പ്രോഡക്ട്സ് ഓരോ പഞ്ചായത്തിലും ഓരോ സംരംഭകർക്ക് നമ്മൾ കൊടുക്കും. അതിന് ഞങ്ങൾ ഫ്രാഞ്ചൈസി ഫീസ് ഒന്നും വാങ്ങിക്കുന്നില്ല. രണ്ടാമത് അവിടുത്തെ ആളുകളുടെ മണ്ണ് പരിശോധിച്ച് ഏതൊക്കെയാണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരാൾക്ക് ഒരു സംരംഭകനാവാം. അവിടെ ഒരു 10 ഫാം അഡ്വൈസർമാർക്ക് ഫീൽഡിൽ പോയി വർക്ക് ചെയ്യാം. അപ്പോൾ കേരളത്തിൽ 941 പഞ്ചായത്തുണ്ട്. 1000 പഞ്ചായത്തിൽ 10 പേർക്ക് തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 പേർക്ക് തൊഴിലായില്ലേ? ഇന്ത്യയിലെ 2.5 ലക്ഷം പഞ്ചായത്തിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ റെയിൽവേ കൊടുക്കുന്നതിലും കൂടുതൽ തൊഴിലും കൊടുക്കാം, വിഷമില്ലാത്ത ഭക്ഷണം പുതിയ തലമുറയ്ക്ക് കൊടുക്കാം, മണ്ണിനെ സംരക്ഷിക്കാം, ജീവനുള്ള മണ്ണ് വരും തലമുറയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും സാറ് നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ എത്തേണ്ടതായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ ഇത്രയും കൃഷിയുള്ള സ്ഥലത്ത് അവരുടെയൊക്കെ വളരെ സന്തോഷമാണ് നമ്മൾ കണ്ടത്. കാരണം നേരിട്ട് കാണാൻ പറ്റി അവരുടെ ആ അഭിപ്രായങ്ങളൊക്കെ. അല്ല, ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്ക് ഞാൻ എന്തെങ്കിലും പറയുന്നതല്ല, ഇവിടെ വളവിടുന്ന ആളുകൾ തന്നെ പറയട്ടെന്ന് പറഞ്ഞ് നിങ്ങളെ അവരെ കൊണ്ടുപോകാൻ തന്നെയുള്ള കാരണം. സാറേ, ഇതൊന്നുമല്ല ഞങ്ങൾ ഇവിടെ വരാനുള്ള കാരണം. സാറിന് ഒരു വലിയ അവാർഡ് കിട്ടി. അപ്പം ആ അവാർഡിന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്.
എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ശരിക്കും 2013 തുടങ്ങിയത് 10ാമത്തെ വർഷം. എല്ലാ വർഷവും നമ്മൾ സെൻട്രൽ ഗവൺമെന്റും നമ്മൾ ഇതൊക്കെ ചെയ്യും, ആളുകളെ ജൈവമാക്കും, ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കും ഒക്കെ പറയാറുണ്ട്. എന്തായാലും ഇത്തവണ എനിക്ക് നാഷണൽ അഗ്രികൾച്ചർ അവാർഡ് കേന്ദ്രമന്ത്രിയുടെ ഇന്ന് വാങ്ങിക്കാൻ പറ്റി. ആ ഫോട്ടോ ആയിരിക്കും നിങ്ങൾ കണ്ടത്. അതിനൊരു 6 മാസം മുമ്പ് നമ്മുടെ കൃഷി മന്ത്രി തന്നെ മഹേന്ദ്ര സിംഗ് തോമർ സാറ് ഒരു മൊമെന്റോ തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 വർഷമായിട്ട് ഇങ്ങനൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനത്തെ ചില റെക്കഗ്നൈസ് ആണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറഞ്ഞില്ലയോ കർഷകനുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് അവാർഡ് കിട്ടുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. ഞാനും ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. സാറേ, നമ്മുടെ ഈ ഫ്രാഞ്ചൈസിക്ക് പ്രത്യേകമായിട്ട് പേയ്മെന്റ് വല്ലതും വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല, ഫ്രാഞ്ചൈസിക്ക് ഒരു പേയ്മെന്റും ഇല്ല. മെയിൻ ആയിട്ട് ഫ്രാഞ്ചൈസി ഒരു പഞ്ചായത്തിൽ ഒരാൾക്ക് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുവായാലും ഒരെണ്ണം വേണം. അടൂര് ഞാൻ നോക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസിക്ക് പേയ്മെന്റ് ഒന്നും വാങ്ങിക്കുന്നില്ല, തികച്ച സൗജന്യമാണ് ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. എടുക്കുന്ന പ്രോഡക്റ്റുകൾക്ക് മാത്രമാണ് നമ്മൾ വില വാങ്ങിക്കുന്നത്. ആ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നതിന് നമ്മൾ തന്നെ ഫാം അഡ്വൈസേഴ്സ് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ നമ്മൾ ഇന്ന് കെട്ടിയിറക്കിയതുപോലെ തന്നെ കരിക്കും തേങ്ങയും കെട്ടിയിറക്കണം. അതാണ് നമുക്ക് ഇവിടെ എത്തിയതും ഇതിനെക്കുറിച്ച് പഠിച്ചതും.